അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. ഇൻദമാ യുവദ്ദിഉന ശഹ്റ റമളാൻ. റമളാൻ വിട പറയുമ്പോൾ എന്ന വിഷയമാണ് സംസാരിക്കുന്നത്. ഖസിറ മൻ ലം യുക്രിമി റമളാൻ. യഹ്സുനുൽ മുസ്ലിമു, ഒരു മുസ്ലിമായ മനുഷ്യൻ ദുഃഖിക്കുന്നതാണ് ഇന്ദ ദഹാബി റമളാൻ, റമളാൻ പോകുന്ന സമയത്ത്. ജാബിറിൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാന ബഖത്തിസ് സമാവാതു വൽ അർളു വൽ മലായികത്തു മുസീബത്തൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖീല യാ റസൂലല്ലാഹ് അയ്യു മുസീബത്തിൻ ഹിയ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ദഹാബു റമളാൻ. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റമളാനിൽ നിന്നുള്ള അവസാനത്തെ രാത്രി ആയാൽ ബഖത്തിസ് സമാവാതു വൽ അർളു, ആകാശഭൂമികൾ കരയും, വൽ മലായികത്തു, മലക്കുകളും. എന്തിനു വേണ്ടി? മുസീബത്തൻ ലി ഉമ്മത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനു സംഭവിച്ച വിപത്തിനു വേണ്ടി. ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, എന്ത് വിപത്താണ് സംഭവിച്ചിട്ടുള്ളത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ദഹാബു റമളാൻ. റമളാൻ പോവുക എന്നത് വലിയൊരു വിപത്ത് തന്നെയാണ്. കാരണം അനേകം പുണ്യങ്ങളാണ് ഈ റമളാനിൽ ലഭിക്കുന്നത്, അത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ മലക്കുകളും മറ്റുള്ള വസ്തുക്കളൊക്കെയും നമുക്ക് വേണ്ടി റമളാൻ പോകുന്ന കാരണത്താൽ ദുഃഖിക്കുമ്പോൾ ഫനഹ്നു അഹഖു ബിൽ ബുകാഇ, നാം റമളാൻ പോവുകയാണോ എന്ന് ഓർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒലിപ്പിക്കേണ്ടത് നമ്മളാണ്. വിശുദ്ധമായ പുണ്യമായ റമളാനിനെ, ആ റമളാൻ വരുമ്പോൾ ഖസിറ മൻ ലം യുക്രിമി റമളാൻ, റമളാനിനെ ആദരിക്കാത്തവൻ പരാജയപ്പെട്ടു. റമളാനിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ റമളാൻ അങ്ങനെ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാന്നല്ല. ഇബ്നു ഖുസൈമത്ത ഇബ്നു ഹിബ്ബാനി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദൽ മിൻബറ ഫഖാല ആമീൻ സലാസൻ, ആമീൻ ആമീൻ ആമീൻ. ഫഖാല ഇന്ന ജിബ്രീല അതാനി ഫഖാല മൻ അദ്റക ശഹ്റ റമളാന فلم يغفر له فمات فدخل النار فأبعده الله. قل آمين. ومن أدرك أبوي واحدهما فلم يبرهما فمات فدخل النار فأبعده الله. قل آمين. فقلت آمين. ومن ذكرت عنده فلم يصلي عليك فمات فدخل النار فأبعده الله. قل آمين. فقلت آمين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നഹു സഅദൽ മിൻബറ ഫഖാല ആമീൻ. മിൻബറിൽ കയറി 3 പ്രാവശ്യം സാധാരണ ഇല്ലാത്ത ഒരു ആമീൻ. ഖുതുബ കഴിഞ്ഞപ്പോൾ ഖീല യാ റസൂലല്ലാഹ് ഇന്നക സഅദൽ മിൻബറ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ മിമ്പറിൽ കയറിക്കൊണ്ട് 3 പ്രാവശ്യം ആമീൻ പറഞ്ഞല്ലോ, എന്താണ് അതിന്റെ കാരണം? ഫഖുൽത ആമീൻ സലാസൻ, നിങ്ങൾ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ജിബ്രീല അതാനി, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അരികെ വന്നിട്ട് പറഞ്ഞു, മൻ അദ്റക റമളാന
സഹ്റു റമളാനിനെ ഒരാൾ എത്തിച്ചു, ഫലം യുഗ്ഫർ ലഹു, എന്നിട്ട് അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടില്ല, അതിനുള്ള പ്രവർത്തനം അവനിൽ നിന്നുണ്ടായില്ല. ഫമാത, അങ്ങനെ അയാൾ മരിച്ചു. അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്തിൽ അയാൾ പ്രവേശിക്കുകയും ചെയ്തു. അല്ലാഹു അദ്ദേഹത്തെ ദൂരത്താക്കട്ടെ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖുൽ ആമീൻ, എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആമീൻ. ഒരാളുടെ മാതാപിതാക്കളോ അഹദകുമാ, അല്ലെങ്കിൽ അവരിൽ നിന്നോ ഒരാളോ ഫലം ജീവിച്ചിരിക്കുകയും ഫലം യബുറകുമാ, അവർക്ക് ഗുണം ചെയ്യാതെ ഫമാത, അവൻ മരിച്ചു, അവര് വെറുപ്പിച്ചുകൊണ്ട് മരിച്ചു. ഫദഖലന്നാർ, അയാൾ നരകത്തിൽ കടന്നു. എന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അവനെ അല്ലാഹു ദൂരീകരിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു. ഫഖുൽതു ആമീൻ. ഒരാളുടെ അരികെ എന്റെ പേരിനെ പറയപ്പെട്ടു, ഫലം യുസല്ലി, എന്നിട്ട് സ്വലാത്ത് ചൊല്ലിയില്ല എന്റെ മേലിൽ, അങ്ങനെ അയാൾ മരണപ്പെട്ടു പോയി, അയാൾ നരകത്തിൽ പ്രവേശിച്ചു. എന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അള്ളാഹു ദൂരീകരിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു. ഫഖുൽതു ആമീൻ, അപ്പൊ ഞാൻ ആമീൻ പറഞ്ഞു. ഇതാണ് റമളാനിനെ ഒരാൾ ആദരിക്കാതിരുന്നാൽ ഖസിറ, അവൻ പരാജയപ്പെട്ടു. കാരണം പ്രാർത്ഥിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആമീൻ പറഞ്ഞത് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. ഇതേ പ്രകാരം റമളാനിനെ ഒരാൾ ആദരിച്ചാൽ അവൻ വിജയിക്കുകയും ചെയ്യും. അനസ് ബിൻ മാലിക് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല يخرج الصائمون من قبورهم يوم القيامة يعرفون بعرف صيامهم من أفواههم، بعرف صيامهم من أفواههم، أي بريح صيامهم من أفواههم، يخرج أطيب من ريح المسك، تنقل إليهم الموائد والأبارك مختومة أفواهها بالمسك، فيقال لهم كلوا فقد جعتم من سبع الناس، واشربوا فقد أتستم من ربي الناس، واستريعوا فقد تعبتم من استراح الناس. فيأكلون ويشربون ويستريون والناس مشغولون في اللصاب في عناء وظمأ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖ്റുജു സായിമൂന മിൻ ഖുബൂരിഹിം, റമളാൻ വന്നപ്പോൾ അതിനെ ആദരിച്ചുകൊണ്ട് വളരെ കൃത്യമായി നോമ്പ് നോറ്റ നോമ്പുകാരായ ആളുകൾ അവരുടെ ഖബറിൽ നിന്ന് ഖിയാമത്ത് നാളിൽ പുറത്തേക്ക് വരുമ്പോൾ അവരെ അറിയപ്പെടുന്നത് തന്നെ, മനസ്സിലാകുന്നത് തന്നെ നല്ല സുഗന്ധം, കസ്തൂരിയേക്കാളുള്ള അധികമുള്ള സുഗന്ധം അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ആ വാസന കേൾക്കുമ്പോൾ മനസ്സിലാകും നോമ്പുകാരാണ് വരുന്നത്. അവരിലേക്ക് സുപ്രകളെ നീക്കപ്പെടുമെന്നാണ്. സുപ്ര ഓട്ടോമാറ്റിക് ആയിട്ട് അവർ അരികിലേക്ക് വരും, ഭക്ഷണം വെച്ചിട്ടുള്ള സുപ്രകൾ. വല്ല ബാരിക്കും അതുപോലെ പാത്രങ്ങൾ വരും, കിണ്ടികള്, അതേപോലെ പൂജകൾ. അത് മൂടിയിട്ടുണ്ടാവും, അതിനെ മൂടിയിട്ടുള്ളത്, അതിന്റെ വായ അടച്ചിട്ടുള്ളത് ബിൽ മിസ്കി, കസ്തൂരി കൊണ്ടാണ്. വയുകാലുലകും, അവരോട് പറയും, കുലൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഫഖദ് ജുഅ്തും, നിങ്ങൾ വിശന്നിരിക്കുന്നു, ഈന ശബിഅന്നാസ്, ജനങ്ങളൊക്കെ വയറ് നിറച്ചു ഭക്ഷണം കഴിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾ വിശന്നവരാണ്. വസ്റബൂ, നിങ്ങൾ കുടിക്കുക, ഫഖദ് അതിസ്തും ഈന റബിയന്നാസ്, ജനങ്ങളൊക്കെ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയ സമയത്ത് നിങ്ങൾ ദാഹിച്ചവരാണ്, അതുകൊണ്ട് കുടിക്കുക. വസ്തരിയൂ, നിങ്ങൾ സുഖിക്കുക, ഫഖദ് തഇബതും, നിങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുന്നു, ഈനസ്തറാന്നാസ്, ജനങ്ങൾ സുഖിച്ചപ്പോൾ. ഫയക്കുലൂന, അപ്പൊ അവര് ഭക്ഷണം കഴിക്കും, വയസ്രബൂന, അവര് പാനീയങ്ങൾ കുടിക്കും, വയസ്തരിയൂന, അവര് സുഖിക്കും, വന്നാസു, ജനങ്ങൾ മസ്ഗൂലൂന ഫിൽ ഹിസാബി, മഅസ്റയിൽ അവര് ജോലിയായിരിക്കും, ഫി അനാഇൻ,
ബുദ്ധിമുട്ടുകളില്, ദുരിതങ്ങളില്, ദാഹത്തിലും അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നോമ്പുകാരന് നല്ല സന്തോഷമായിരിക്കും. അതാണ് റമളാനിനെ ബഹുമാനിച്ചവൻ വിജയിച്ചു, റമളാനിനെ ബഹുമാനിക്കാത്തവൻ പരാജയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യ റമളാൻ നമ്മുടെയുമായി വിട പറയുന്ന സമയത്ത് ഈ റമളാനിനെ ആദരിച്ച, റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റമളാനിലെ കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നുണ്ട്. അവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഈ ചാനലിൽ അംഗങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന, അറിവ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ഇതിൽ തുടരുന്ന അനേകം ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കട്ടെ. റമളാനിൽ നരകത്തെ തൊട്ട് മോചിപ്പിക്കപ്പെടുന്നവരിൽ അവരെയും കുടുംബത്തെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു അവർക്ക് സംരക്ഷണം നൽകട്ടെ. ഐശ്വര്യം അവർക്കൊക്കെയും അല്ലാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.